കെ എം മാണിയുടെ ബജറ്റ് മലബാറിനോടുള്ള അവഗണനയെന്ന ആരോപണം. പരമ്പരാഗത വ്യവസായങ്ങളെ അവഗണിച്ച ബജറ്റ് കൈത്തറി മേഖലയെ പൂർണ്ണമായും തകർക്കുകയാണെന്നാണ് പ്രധാന ആരോപണം. സംസ്ഥാനത്തു നിന്നും പ്രതിവർഷം 125 കോടിയോളം രൂപയുടെ കൈത്തറി ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ അതിൽ 80% കണ്ണൂരിൽ നിന്ന് മാത്രമാണ്. വികസനത്തിന് ക്രിയാത്മക പദ്ധതികളില്ലാത്ത ബജറ്റ് മലബാറിന്റെ മുഖമുദ്രയായ കൈത്തറിയെ അവഗണിച്ചു എന്നാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 1,26,000 വരുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ ₹1 പോലും ബജറ്റിൽ നീക്കിവെച്ചിട്ടില്ല. റിബേറ്റിനെ അട്ടിമറിക്കുന്ന സർക്കാർ ഇതിന്റെ കുടിശ്ശികനത്തിൽ മാത്രം മലബാറിന് നൽകാനുള്ളത് 6.5 കോടിയോളം രൂപയാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ വഴി നൽകുന്ന 2% മാർക്കറ്റിംഗ് ഇൻസെന്റീവ് ഉമ്മൻചാണ്ടി സർക്കാർ 2 വർഷമായി പിടിച്ചുവെച്ച അസാധാരണ നടപടിക്ക് പിന്നാലെയാണ് ബജറ്റിലും അവഗണിക്കപ്പെട്ടത്. കണ്ണൂർക്കാരെ സംബന്ധിച്ചിടത്തോളം കൈത്തറി 1,00,000-ലേറെ വരുന്ന തൊഴിലാളികളുടെ ജീവിതം അതൊന്നും പരിഗണിക്കാതെയുള്ള ബജറ്റ് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാർ 126 ഏക്കർ ഭൂമി ഏറ്റെടുത്ത് തുടങ്ങിയ നാടുകാണിയിലെ കൈത്തറി പാർക്കും വികസനം ലക്ഷ്യമാക്കി തുടങ്ങിയ അഴീക്കോട്ടെ കൈത്തറി ഗ്രാമവും തുടർ പദ്ധതികളില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ചുരുക്കത്തിൽ ലോകത്തിന്റെ നെറുകയിൽ പേരെടുത്ത ഒരു വ്യവസായം സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ കുടുങ്ങി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും കെ ശശീന്ദ്രൻ, റിപ്പോർട്ടർ.